മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കരുണയെ കൊണ്ടുവിടാൻ വേണ്ടി പ്രതാപൻ വരുന്നുണ്ട്. പ്രതാപൻ്റെ മുമ്പിൽ വന്ന് കണ്ണം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചതും എന്നെ കൊല്ലാൻ ശ്രമിച്ചതും ഞാൻ അറിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കും. നിങ്ങൾ ഇങ്ങനെ വെറുതെ നടന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ ഈ വീട്ടിൽ ഇനി ഇവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരണമെന്നില്ല, ഇവളെ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ കണ്ണൻ സംസാരിക്കുന്നുണ്ട്. കണ്ണനോട് പ്രതാപൻ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും? ഇവളെവിടെ കല്യാണം കഴിച്ച് വന്നതല്ലേ, ഇവളെ കൊണ്ടുവിടാതെ ഞാൻ പിന്നെ ഇവിടെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ കണ്ണനോട് സംസാരിക്കുന്നുണ്ട്. ഇനി ഒരിക്കലെങ്കിലും ഇവൾ എൻ്റെ മഹിയെ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ ഞാൻ ഒരിക്കലും ഇവളെ ഇവിടെ പൊറപ്പിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ കരുണയുടെ മുഖത്ത് നോക്കി കണ്ണൻ പറയുന്നുണ്ട്. നമ്മുടെ മഹിയോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച പ്രതാപനെതിരെ മഹി ഇപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മഹി ഒരു പുതിയൊരു മഹിയായിട്ട് മാറിയിരിക്കുകയാണ്. പ്രതാപൻ്റെ അടുത്ത് കണ്ണൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. അങ്ങനെ പ്രതാപൻ നാണമില്ലാതെ ഇറങ്ങിപ്പോകുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. പ്രതാപൻ പറയുന്നുണ്ട് മഹിയോട്, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി, നീ വീട്ടിലോട്ട് വാ എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും മഹി പിന്നാലെ ചെന്ന് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് അതിനുള്ള ധൈര്യവും ഇനി കാണില്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും ഇനി അച്ഛനായിട്ട് കാണത്തുമില്ല എന്നുള്ള രീതിയിൽ പ്രതാപൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ മഹി പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എന്നെ നിങ്ങൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോഴേക്കും നിങ്ങൾ കൊല്ലാൻ നോക്കിയ രണ്ടുപേരുടെ വ്യക്തിയിലെ ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്നുള്ള രീതിയിൽ മഹി സംസാരിക്കുന്നുണ്ട്. കണ്ണേട്ടനെയും കണ്ണേട്ടൻ്റെ അച്ഛനെയും അല്ലേ നിങ്ങൾ കൊല്ലാൻ നോക്കി എന്നുള്ള രീതിയിൽ മഹി പറയുന്നുണ്ട്. ഇത് വല്ലതും കണ്ണേട്ടൻ അറിഞ്ഞാൽ നിങ്ങളുടെ കരുണ ഇവിടെ പിന്നെ ജീവിച്ചിരിക്കില്ല, അവൾ പിന്നെ പടിക്ക് പുറത്തായി എന്നുള്ള രീതിയിലും നമ്മുടെ മഹി സംസാരിക്കുന്നുണ്ട്. മഹിക്ക് ഇപ്പോൾ ഒരാളെയും പേടിയില്ല. മഹിയാണെങ്കിൽ കണ്ണേട്ടനോട് പറയുന്നുണ്ട്, ആരെയും തന്നെ ഇനി അടുപ്പിക്കേണ്ട കണ്ണേട്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യൻ്റെ അടുത്ത് പോവാം എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പ്രതാപനാണെങ്കിൽ കണ്ണൻ്റെ അച്ഛനെ രണ്ടാനച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അവനെല്ലാം അറിഞ്ഞിടോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രണ്ടാനച്ഛൻ പറയുന്നുണ്ട്, അവനെ അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേഘനാഥനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ പുതിയ ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കണ്ണൻ്റെയും മഹിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും, നീ പേടിക്കേണ്ട പ്രതാപ എന്നുള്ള രീതിയിൽ നമ്മുടെ രണ്ടാനച്ഛൻ സംസാരിക്കുന്നുണ്ട്. മഹിയോടാണെങ്കിൽ മഹിക്കൊരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ കൂട്ടുകാരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവളൊരു അമ്മയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇന്നലെ എൻ്റെ ഭാര്യ പറയുന്നത് കേട്ടതെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മഹിയും കണ്ണനും കൂടെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കുമെന്ന് കണ്ണനെ അറിയാം. അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് വരാം. ബൈ.